പോർച്ചുഗീസ് വിഭവമാണ് നമ്മുടെ. പോർച്ചുഗീസുകാർ ഇങ്ങനെ വിറകടുപ്പിൽ മൺചട്ടിയിലാണോ നോക്കിയ തലേദിവസം പോർക്ക് എന്തായാലും വെക്കാന്നില്ലേ ഈ സാധനത്തിന് മൂത്രമൊഴിക്കണ്ട നീ ഇതിന്റെ ശരിക്കും ഇതിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുക. അത് കാണണ്ടത് കമ്മന്തി അരച്ചരച്ചരച്ചരച്ച് അതിന്റെ ഉള്ളിൽ ശരിക്കും പറയുന്നത് കുഴി. ഈ മാമ്പഴേ എത്ര തിന്നാലും മതിയാവില്ല. ഇനിയുണ്ടാ എനിക്ക് ഇത്രക്ക് സരിതയ്ക്ക് ഇത്രക്ക് ജഗുവിന് ഇത്രക്ക് ചാറിൽ മുക്കി നക്കി. എങ്ങനെയുണ്ട് സാധനം? പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഈസ്റ്ററാണ് കേട്ടോ, ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ കാലത്തൊക്കെ വിചാരിച്ചു തലേദിവസം പോർക്ക് വിന്താലു എന്ന് പറഞ്ഞിട്ടുള്ള ഞായറാഴ്ച കാലത്ത് വിചാരിച്ചു തലേദിവസം പോർക്ക് വിന്താലു വെക്കാന്നില്ലേ. അല്ലല്ല, ഞായറാഴ്ച കാലത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു പോർക്ക് വിന്താലു. അപ്പം വെള്ളിയാഴ്ച വീഡിയോ എടുക്കണം, വെള്ളിയാഴ്ച പോർക്കിറച്ചി വാങ്ങിക്കാന്ന് വിചാരിച്ചു. പക്ഷേ കംപ്ലീറ്റ് മുടക്ക ഒരു സ്ഥലത്തൊന്നും കിട്ടിയില്ല. ആ അപ്പോൾ ഇന്നലെയാണ് കിട്ടിയത്. ഇന്നലെ കിട്ടിയപ്പോൾ ഈ പോർക്ക് വിന്താലിന് ചില പ്രത്യേകതകളുണ്ട്. നമുക്ക് കൈയോടെ വയ്ക്കാൻ പറ്റിയൊരു സാധനമല്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ സാധനം, ഒരു ദിവസമല്ല 12 മണിക്കൂർ നമ്മൾ ഈ ഒരു സാധനം കൂട്ടി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണം. അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച സാധനമാണ് ഇത് കേട്ടോ. ഇന്നലെ ആക്കി വെച്ചാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ആദ്യം കാണാം. നമ്മൾ വിന്താലുണ്ടാക്കാനായിട്ട് 500 വരെ പോർക്കിറച്ചി കഷ്ണങ്ങളാക്കി കഴുകിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു കൂട്ട് തയ്യാറാക്കണം. 500 രൂപയുടെ എന്ന് പറയുന്നത് ശരിയാവാ? തൂക്കം പറയും. 500 രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോന് 200 നമ്മളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കണം. കുറച്ച് സാധനങ്ങൾ ചൂടാക്കി പൊടിക്കാണ്ട് കേട്ടോ. അത് നമ്മുടെ കൃഷ്ണേന്ദു ഇങ്ങോട്ട് വന്നിട്ടേ സരിതനെ കാണാൻ വന്നിട്ട് പോണതാ കേട്ടോ. ഓടിച്ചോ പൂവും ഇഷ്ടം പോലെ സ്ഥലം റെഡി. നമ്മളത് ചൂടാകുമ്പോൾ ഒരു 5-10 കാശ്മീരി മിളകാണ് കേട്ടോ. കാശ്മീരി മിളകാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. സാധാരണ എരിവ് അത്യാവശ്യം എരിവുണ്ടോ? ഇല്ലാണ്ട് എരിവ് പാടില്ല. മിളക് വറക്കണതിൻ്റെ ഒപ്പം തന്നെ അത്ര ഭയങ്കരമായിട്ട് ചൂടാവൊന്നും വേണ്ട, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലാവണം കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് ഒരു 10-12 കുരുമുളക്, പിന്നെ ഒരു 5-8 കറിയാമ്പൂ. ഇതൊക്കെ ഇറച്ചി കുറല്ലേ. പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ കുഞ്ഞ ജീരകം, അതുപോലെ കടുകും അത്രയ്ക്ക് ഇട്ടാ. ഒരു 1.25 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് നമ്മളിതിന് ഈ ഒരു മീഡിയം ലെവലിലാക്കിയിട്ട് നമുക്ക് ഇത് മിക്സിയിൽ പൊട്ടിക്കണം. നമുക്ക് പലരും പലതരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പണ്ട് അന്നവല്ലിമ ഉണ്ടാക്കിയെന്നുള്ളത് ഇതിൽ മറ്റേ ഈ മുരിങ്ങേര ഈ കുറഞ്ഞു. ഇത് നമുക്ക് ധരിക്കിടാൻ സാധിക്കും. ഒരു ലെവലിൽ ഇത് നമുക്ക് പൊടിക്കണം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ മിളകിടുന്നു. ഇതെല്ലാം ഇടണം കേട്ടോ. ചെറിയൊരു നനവുണ്ട്. ഇനി ഒരു 10-18-20 വെളുത്തുള്ളി അല്ലിയിടുന്നു മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ഇട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിടുന്നു. പിന്നെ ഈ വിനാഗിരി ഇല്ലേ, ഇത് കോക്കനട്ട് വിനാഗിരിയാണ് കേട്ടോ. അതൊരു ഒരു 3-4 ടീസ്പൂൺ ഒഴിക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഒഴിക്കണം. നന്നായിട്ട് ഒഴിക്കണം. ഇതാണ് കൂടുതൽ വിനാഗിരി. വിന്താലു എന്ന് പറഞ്ഞാൽ വിനാഗിരി 1 ടീസ്പൂൺ. അല്ല, അങ്ങനെ വിചാരിച്ച് തൊള്ളേ തോന്നിയ പോലെ ഒഴിക്കുന്നില്ലേ. വിന്താലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനാഗിരിയും പിന്നെ ഗാർലിക്കാണ്. പിന്നെ ഓയിൽ കേട്ടാ, സൺഫ്ലവർ ഓയിൽ ഇത് ചെറിയ ടീസ്പൂൺ കേട്ടാ. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമോ? അരച്ചുകൊണ്ടിരണം. ഇത് മിക്സിയിൽ വേഗം മിക്സിയിൽ അരച്ചുകൊണ്ടുവരാം കേട്ടാ. എന്നിട്ട് ചേർക്കാം. സരിതേ അത് അരച്ചുകൊണ്ടിട്ടുണ്ട്. വെള്ളം ഒഴിക്കാണ്ട് അരയില്ലെന്ന് പറഞ്ഞ് മിക്സിയുടെ ജാറ് സാധനം കിടന്ന് കറങ്ങാൻ തരും. അത്യാവശ്യം അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട വെച്ചിട്ട് ഇങ്ങനെ കേട്ടോ. എന്നാലും അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ട്. ഈ കൂട്ട് നമുക്ക് ഇതിലേക്കുണ്ട് കേട്ടോ. ഇതിലേ വേറൊരു കാര്യമുണ്ട്. ഇതിൽ ഉപ്പ് ഇപ്പോൾ ചേർക്കണില്ലേ. എന്തൊരു ചെയ്യുന്നത്, നമ്മൾ കുറേ ഡിഷുകൾ കണ്ടിട്ട് അതിലെ വീഡിയോകൾ കണ്ടു. അപ്പോൾ ആരും ഉപ്പ് ചേർക്കില്ലല്ലോ. ഉപ്പ് ചേർക്കണില്ലേ. ഉപ്പ് ചേർക്കണ്ട. നമ്മൾ ഉപ്പ് ചേർക്കണില്ല കേട്ടോ. അങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതാവും. ശരി, കൈ കൊണ്ട് തിരുമ്പണ്ട. വേണ്ട, കൈ കൊണ്ട് തിരുമ്പണ്ട. നമുക്ക് ടീസ്പൂൺ കൊണ്ട് തിരുമ്പിയാൽ മതി. അതെ, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നതിലും മുന്നേ ബാക്കി സാധനങ്ങൾ പൊടിക്കുക നല്ലോണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് നന്നായി പൊടിച്ചതിന് ശേഷം അണിതിട്ട് കൊടുത്തതെന്ന് വെച്ചെങ്കിൽ അരഞ്ഞു കിട്ടിയ കുഴപ്പമില്ല. ഇതേ
മിക്സ് ചെയ്യും കേട്ടോ. മിക്സ് ചെയ്യാം. കൈകൊണ്ട് ശരിക്കും പിടിപ്പിക്കണം. ഞാൻ ചെയ്യാം. വേണ്ട, ഏ കൈ ഉണ്ടാക്കി തരുത്. അപ്പോൾ സരിത കൈ കഴുകി വന്നിട്ട് മഴക്കാണ് കേട്ടോ. ഇത് നന്നായി മഴക്ക്. പോരെ നന്നായാക്ക്. ഏറ്റവും അടിയിലത്തൊക്കെ ആയി ചേട്ടാ. ഇങ്ങനെ പൊത്തി വെച്ചു. ഇങ്ങനത്തെ പീസുകളല്ല വേണ്ടത്. അത് ചില പീസുകൾ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ നമ്മൾ വിചാരിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞത് ക്യൂബ് ഒക്കെ എരിഞ്ഞോളും. ക്യൂബിനത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല മഴക്കാരാ. അന്തരീക്ഷം കനത്തു. പൊത്തി മതി. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്നുകിൽ വൈകുന്നേരം എടുക്കും, അല്ലെങ്കിൽ നാളെ കാലത്ത് എടുക്കാം കേട്ടാ. അപ്പോഴാണ് ഓവർനൈറ്റ് വെക്കണം. ഒരു ദിവസം മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിലല്ല. രാത്രി അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ താക്കിലെ കണ്ടില്ലേ. അപ്പോൾ ഇത് ഫ്രീസറിൽ വയ്ക്കരുത് കേട്ടാ. ഇത് ബെസ്റ്റ് മണാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് കേട്ടോ. ഇതെന്താ രണ്ടുപേരും ഇവിടെ വെക്കണം. വാ. അപ്പോൾ നമ്മൾ കുടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് പോർച്ചുഗീസ് വിഭവമാണ്, നമ്മുടെ ഈ മലയാളി വിഭവമല്ല. നമ്മൾ പോർക്ക് വിന്താല് പണ്ട് വെച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ സാധനമാണ്. ഇത് പോർച്ചുഗീസ് ചാനൽ നോക്കിയതാ ചേട്ടൻ. അത് ഗോവൻ ചാനൽ. അപ്പൊ അതില് കുറെ മാറ്റങ്ങളുണ്ട്. അല്ല, ഇതിൽ മാറ്റമൊന്നുമില്ല. അവര് പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അവര് വെച്ചോടുത്ത് ചട്ടിയിലല്ല, വിറകടുപ്പിലല്ല. അപ്പൊ ചില മുദ്രകളൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ 2 മണിക്കൂർ വെച്ചാലും മതിന്നോണ്ട്. ഒരു പിറ്റേ ദിവസം വൈകുന്നേരം പരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാന്നാണ് പറയുന്നത്. പെട്ടെന്ന് കഴിക്കാൻ തോന്നിയ രക്ഷയില്ല. പെട്ടെന്ന് കഴിക്കാൻ നോക്കിയ രക്ഷയില്ല. അപ്പൊ നമുക്ക് ആദ്യം തീ കത്തിക്കാം. അപ്പൊ സബോള തീ കത്തിക്കുന്നതിന് മുമ്പ് ഒരു 3 സബോള അരിയുന്നു കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള പണി. എന്താ പൊത്തി വരുന്നത്? ജഗുവേ സരിതയുടെ വീട്ടിലായിരുന്നു. കണ്ണംകുളങ്ങ കുറുക്കഞ്ചേരിയിലായിരുന്നു ഒരാഴ്ച. പരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂളിൽ പൂട്ടുമ്പോൾ സാധാരണ നമ്മൾ അമ്മമാരെ വീട്ടിൽ പോയില്ലേ? കറക്റ്റ് അമ്മമാരെ വീട്ടിൽ പോയില്ലേ? അതുപോലെ ജഗ് പോയിട്ട് ഇന്ന് കാലത്ത് ഇപ്പം ഞാൻ പോയി കൊണ്ടുവന്നാണ് കേട്ടാ. സബോളയെ അങ്ങനെ കൊത്തിരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങ വില ഇങ്ങനെ അരിയണം കേട്ടാ. ചെറുതാക്കി അരിയണം. അതെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ മറ്റോണം ചേർച്ചിട്ട് അരിഞ്ഞു പോയി. അത് വീണ്ടും അരിയുന്നത്. ഞാനേ നമ്മള് ഇപ്പോഴൊക്കെ ജഗുവിനെ സ്കൂൾ പൂട്ടിൽ പണ്ട് തൊട്ടിട്ടും സ്കൂൾ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമൻ്റെ ഓടിക്ക്, അതായത് അമ്മയുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് പണ്ട് മുതലേ പ്രാബല്യത്തിലുണ്ടായിരുന്നു. അങ്ങോട്ട് പോടാ. അതാ ഞാൻ പറഞ്ഞ അതിനയച്ചിട്ടുണ്ടോ. അത് എന്നോട്ടെ. അല്ല ഇമ്രാൻ കഥ കേൾക്കാൻ നിൽക്കല്ലേ അതായത്. അപ്പോൾ കഥ കേട്ടോ, കഥയല്ല. അപ്പോൾ ഈ ഇപ്പോഴത്തെ പിള്ളേരുകളൊക്കെ ഇവരെ കൊണ്ടുവന്നാക്കി ഇവർ ചെന്നിട്ട് അവിടെ നിന്നിട്ട് കുറേ നേരം മൊബൈലിൽ നിന്ന് കളിക്കും. അമ്മ ചോറിനാൻ വിളിക്കുമ്പോൾ അങ്ങനെ ചോറിനാൻ ചെല്ലും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർക്കുള്ള പിള്ളേർക്ക് കിട്ടുക. ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്കൂൾ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1976, അപ്പോൾ ഒരു 5-6 വയസ്സ് പ്രായമൊക്കെ ഉള്ളൂ. ആ സമയത്തൊക്കെ മാമൻ്റെ വീട്ടിൽ പോകും. മാമൻ്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എല്ലാവരും കൂടിയിട്ടാണ് പോവുക. വലിയേട്ടൻ, ചെറിയേട്ടൻ, അല്ലേട്ടൻ എല്ലാവരും കൂടിയിട്ട് പടയായിട്ടാണ് പോവുക. പിന്നെ ഇവിടെ അയലോക്കത്തുള്ള 2-3-4 പേരുണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി ബസ്സിനല്ല പോവുക, നടന്നിട്ടാണ് പോവുക. അവിടുന്ന് കണ്ട കാടും കുന്നും മലയും പാടം തേങ്ങയും മായൊക്കെ കയറിയിട്ട് ഇവിടുന്ന് കാലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ അവിടെ എത്തും പൊന്നൂക്കര വീട്. ഒരു പഴയ ഒരു കുഞ്ഞൊരു വീടിനിട്ടെ മാമൻ്റെ വീട്. അച്ഛൻ്റെ മാമൻ്റെ വീട് ശബരിമലയല്ല. ശബരിമലയല്ല, പൊന്നൂക്കര. കല്ലും മുള്ളും കാടും മേടും മലയൊക്കെ താണ്ടിട്ടാണ് പോവാ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വയ്യാണ്ടായിണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെയിലത്തോടെയൊക്കെ ഇങ്ങനെ പാടത്തോടെ കണ്ട മാവിനും ഒക്കെ കല്ലെറിഞ്ഞും അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോവും. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ദാരിദ്ര്യകാലമാണ്. അപ്പം അമ്മാമ്മ ഇപ്പം ഉണ്ടെങ്കിൽ ഒരു 195-108 വയസ്സൊക്കെ ആയേനെ, 106 വയസ്സൊക്കെ ആയേനെ. അപ്പോൾ ചെന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാമ്മ ഒരു ചോദ്യം ചോദിക്കരുത്. ഇതിങ്ങനെ ചോദിക്കും, കൈ ഇങ്ങനെ വളഞ്ഞ്. അമ്മാമ്മയ്ക്കൊരു വളവുണ്ട് ചെറുതായി. എന്തിനാ ഇങ്ങോട്ട് വന്നേ, എന്തുട്ട് തിന്നാണ്ടെന്ന് വിചാരിച്ചിട്ടാ വന്നേ. പിന്നെ ചോദിക്കില്ലേ, ഒന്നാമത്തെ ക്ഷാമകാലം, ഇവിടെയുള്ള 7 കൂടാണ്ട് അയലക്കത്തെ 2-3 പേരെ കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലണം. അവിടെ ഉള്ളവർക്ക് തന്നെ ഉണ്ടാവില്ല. അല്ല, അപ്പൊ അങ്ങനെ ചോദിക്കും. അതായത് ദാരിദ്ര്യകാലാണ്.
അപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കുറിച്ച് ഭക്ഷണം വിചാരിച്ചിട്ടല്ല അങ്ങോട്ട് പോണത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, നമുക്ക് അവിടെ സുഭിക്ഷമായി കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. ഒരു ചേഞ്ച് അല്ലല്ല, ചേഞ്ച് അല്ല. അവിടെ മാമൻ്റെ പിള്ളേരുകൾ, പിന്നെ മാമൻ്റെ അവിടുത്തെ മാമന്മാരുടെ അവിടുത്തെ അയലോക്കത്തെ പിള്ളേരുകളൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. അവരൊക്കെ ഒരു ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവരൊക്കെ കണ്ട് അവരൊക്കെ ഒപ്പം കളിച്ച് നടക്കാനാണ് നമുക്ക്. അവരൊപ്പം നടന്ന് ആടിനെ മേയ്ക്കാൻ കാട്ടിയേ പോവാം, അവിടെ പന്ത് കളിക്കാം. പിന്നെ റബ്ബറും പാലില്ലേ, ഇവിടെ റബ്ബറില്ല, ആ വശത്തൊക്കെ റബ്ബറുണ്ട്. അപ്പോൾ ഈ റബ്ബർ കൊണ്ട് പന്ത് ചീറ്റിയിട്ട് അതുമേ റബ്ബറിൻ്റെ ഈ പാലില്ലേ, പാലിൻ്റെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന സാധനമുണ്ട്, എന്നാ പറയാ, ഒട്ടുപാല്. അതുകൊണ്ട് ഇങ്ങനെ ചീറ്റി ഇങ്ങനെ എത്രയ്ക്ക് പന്ത് കളിക്കാൻ പറ്റും. അങ്ങനെ കുറേ കളികളുണ്ട്. പിന്നെ ചോച്ചേരിക്കുന്ന് പൂരം കാണാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അത് ഇതിന്റെ ഇടയിലാണ്, മുന്നാണ് പോവുക. അല്ല, അങ്ങനെ മയമ്പള്ളി പൂരം അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ പേപ്പർ വായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പണ്ട് മുതലേ പേപ്പർ വായിച്ചിട്ടുണ്ടായിരുന്നു. ദാരിദ്ര്യാണെങ്കിലും അല്ല, ഈ തിന്നാനും കുടിക്കാനും പേപ്പർ വരുത്തി കിടന്നു. കുഞ്ഞിമാമൻ പണ്ട് തൊട്ടേ പേപ്പർ വരുത്തി കിടന്നു. പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ മാസിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരികയുണ്ട്. സിനിമാ മാസിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് ഞാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, ഞാനിക്കുണ്ടാവും. മാസത്തിലൊരിക്കൽ സിനിമേനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വരുന്ന ഒരു പുസ്തകമുണ്ട്, സിനിമാ മാസിക. അത് അവിടെ വരത്തുണ്ടായിരുന്നു. അപ്പോൾ സിനിമാ മാസിക അത് വായിക്കാം. വായനാശീലം ഭയങ്കരമായിരുന്നു നമുക്കൊക്കെ. പിന്നെ പിന്നെ നോട്ടീസുകൾ, സിനിമയുടെ നോട്ടീസുകൾ, പല സിനിമാ തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന നോട്ടീസുകൾ. അത് കല്ലൂർ ഷിംജി അവിടുത്തെ പൊന്നൂക്കര ദർശന പിന്നെയാണ് ആരംഭിച്ചത്. പിന്നെ പുത്തൂര് SN, പിന്നെ ആമ്പല്ലൂർ ശ്രീരാമ, അവിടത്തേക്ക് സിനിമയുടെ നോട്ടീസുകൾ കിട്ടും. അപ്പം സിനിമയുടെ നോട്ടീസ് ഇപ്പോഴുള്ളവർക്കൊന്നും പറഞ്ഞാൽ അറിയില്ല. എന്തിനാണ് സിനിമ നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. സിനിമാ തിയേറ്ററിൽ ഒരു സിനിമ വരുമ്പോൾ അവർ നോട്ടീസ് ഇറക്കിയിട്ട് ആ സിനിമയെ കുറിച്ച് നോട്ടീസ് ഇറക്കിയിട്ട് അവിടെ നിന്ന് വീണ, ഞാൻ പറയാം, വടൂക്കര വീണ, മറ്റേ സാരംഗി, മേരിമാത, കണിമംഗല SN, അല്ല ഇത് 3 സാരംഗി, സിത്താര. അപ്പൊ ഇവിടുന്ന് 4 ഞങ്ങളുടെ വീടിന്റെ അതിൽ കൂടെ പോവാ വിളിച്ചു പറഞ്ഞിട്ട്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ കുറെ നോട്ടീസ് നമ്മൾ കൊണ്ടുപോകും. ഇവിടുത്തെ ചുറ്റുവട്ടത്തെ ഒല്ലൂര് ഡേവിസ്, മരത്താര മഞ്ജു, ഇങ്ങനത്തെ കുറെ തിയേറ്ററിലത്തെ നോട്ടീസുകൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഇതിന്റെ മാമന്മാരെ പിള്ളേരുകൾക്കും ഈ ശേഖരമുണ്ട്. എല്ലാവർക്കും ഓരോ വക ശേഖരണങ്ങൾ, തീപ്പെട്ടി ശേഖരണം, വളപ്പൊട്ട് ശേഖരണം, അങ്ങനെ തീപ്പെട്ടി കൂടുകളില്ലേ, അല്ല തീപ്പെട്ടി പടം, അങ്ങനത്തെ കുറെ ശേഖരങ്ങളുണ്ട്. അപ്പൊ എക്സ്ചേഞ്ച് നടത്താനായിട്ടേ ഇവിടുത്തെ നോട്ടീസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്നുള്ള നോട്ടീസുകൾ ഇങ്ങോട്ട് തരും. അപ്പോൾ അതിങ്ങനെ ശേഖരിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പല കളറുകളുള്ള നോട്ടീസുകൾ ശേഖരിച്ച് വയ്ക്കുക. അങ്ങനത്തെ കുറേ പ്രാന്തുകളുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ അല്ല, അതന്നെയുള്ള വഴിയുള്ള പിന്നെ കളികൾ. അന്ന് മൊബൈൽ ഫോൺ ഉണ്ട് നിൽക്കുക. അപ്പൊ നിങ്ങളായാലും ഇങ്ങനെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഫോണിൽ കളിച്ചിട്ടാവും ഇരിക്കുക. ഇതിനൊന്നും ഇറങ്ങില്ല, അല്ല ജഗ്ഗു? അതെ, ജഗ്ഗു ശരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതാക്കും. അപ്പോൾ ഫുഡാണ്, അതായത് അമ്മാമിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെ പേരക്കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കണമല്ലോ. കഞ്ഞി കൊടുക്കണമെന്നില്ല, കാലത്ത് ഒരു വലിയ കലത്തിൽ ഇതിൽ വലിയൊരു കലമുണ്ട്, ഒരു ഞളങ്ങിയ ഒരു കലണ്ട്, അതിൽ കഞ്ഞി വയ്ക്കും. അതിൽ കഞ്ഞി വെച്ചിട്ട് 10-14 കിണ്ണങ്ങളുണ്ട്. അത് ടാപ്പ് തുറന്നതാ. ഇതിന്റെ ശരിക്കും ഇതിലേട് വെള്ളം പോയിക്കൊണ്ടിരിക്കുക. അത് കാണേണ്ടത് ഇമ്രാൻ നക്കി കുടിക്കണം. ഇപ്പൊ കണ്ട മൂത്രം ഇവിടെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഞങ്ങള് ഷൂട്ട് ചെയ്ത് തന്നെ. ഇമ്രാനെ അത് പച്ചല്ലാണ്ടാ. ഇമ്രാൻ മൂത്രാഞ്ചിരുന്ന അതെ. എന്നിട്ടേ അപ്പൊ നമ്മളെന്തിനാ പറയുന്നതേ, അപ്പൊ ഒരു 10-12 കിണ്ണങ്ങൾ ഇങ്ങോട്ട് നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും മാമന്റെ ഏതെങ്കിലും മോൻ പോയിട്ട് ഒരു പ്ലാവുണ്ട്, പ്ലാവിന്റെ പ്ലായില പൊട്ടിച്ചു കൊണ്ടുവരും. അതൊക്കെ ഇങ്ങനെ ഈർക്കിലുണ്ട് കുത്തി വയ്ക്കും. ഒരു
തവിട്ട് പൊടിയിട്ടുള്ള അതൊക്കെ അന്ന് വലിയ സംഭവമാണ് കേട്ടോ. തവിട് പൊടിയിട്ടുള്ള ഒരു കോരിവലീൻ്റെ അവിടുത്തെ ഒരു ഭംഗിയില്ലാത്ത കോരിവല. ചമ്മന്തി അരച്ച് അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറയുന്നത് കുഴിയായി, ഭയങ്കര കുഴിയായി. അങ്ങനത്തെ ഒരു ചമ്മന്തി അല്ല കോരിവല. അതിൽ ചമ്മന്തി അരച്ചിട്ട് പിഞ്ഞാണങ്ങളിൽ ചമ്മന്തി എല്ലാവർക്കും ഒരേ സമയം വിളമ്പിയിട്ട് ഇങ്ങനെയുണ്ട് ഈ പ്ലാവിലേക്ക് കുത്തിയിട്ട് ഇടും. എന്നിട്ട് അത് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ചാറ് കൂട്ടാൻ ഉണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരിത്. അങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ചമ്മന്തി തന്നെയായിരിക്കും നല്ല എൻ്റെ ഓർമ്മ. വലിയ കൂട്ടാനും കിട്ടാനൊന്നും ഇല്ല. ഇറച്ചി മീനൊന്നും സ്വപ്നം കാണേണ്ട കാര്യമില്ല. അല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാനല്ല പോകണത്, നമുക്കിങ്ങനെ കളിക്കാനാണ്, ഭക്ഷണത്തിനല്ല. പക്ഷേ നമുക്ക് അമ്മാമേരെ ഇപ്പോഴൊക്കെ പിന്നെ കുറെ തിരിച്ചറിവ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതൊക്കെ. എന്നാലും അച്ഛനമ്മ ഇവിടെ നിന്ന് വിട്ട് അവര് പോയിട്ട് വേണം മനുഷ്യനൊന്ന്. അങ്ങനെ ചേട്ടാ അമ്മ അച്ഛൻ സ്കൂള് വിട്ടുമ്പോഴേക്കും നിങ്ങളൊക്കെ 3 ദിവസം അവിടെ നിൽക്കുള്ളൂ. 3 ദിവസം ഇവിടെ ഒരു സ്വസ്ഥത കിട്ടില്ല അമ്മക്ക്. ഞങ്ങൾക്ക് ഇവിടെ വന്ന് കളിക്കാൻ പിള്ളേരുകളില്ലേ, പിന്നെ ഇവിടെ വന്ന് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആ ഇത്. അവിടെ പോയി കുറച്ച് ഇത് കണ്ടിട്ട് പിന്നെ അങ്ങനെ പച്ചരി എങ്ങടല്ലേ? പച്ചരി ഇല്ല അവിടെ പച്ചരി ഇല്ല, കുത്തരി തന്നെയാ. ഈ അവര് കൊയ്യാനും കെട്ടാനൊക്കെ പോകും അമ്മായിമാരൊക്കെ. ഞാൻ ആലോചിക്കാണ് അപ്പൊ അന്നത്തെ ആ ദാരിദ്ര്യകാലാണെങ്കിലും ഞങ്ങള് അതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു വരുന്നു, ആഘോഷിച്ചു വരുന്നു. നിങ്ങളെ ശരിയാ, മാമന്റെ അവിടെ ചുറ്റുവട്ടത്ത് കുറച്ച് പേരുണ്ടാവും. അതന്നെ. പിന്നെ അടുത്ത വെക്കേഷനിൽ അവരെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അവരും നമ്മളെ കാത്തിരിക്കോ വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെയുണ്ടേ, ഇപ്പൊ ഇവര് നമ്മളെ വേറെ കൂട്ടുകാരന്മാരെ അവിടേക്ക് കൊണ്ടുപോകും. ഇവിടുന്ന് അവിടുന്ന് പോയിട്ട് മാമന്മാരെ വീട്ടിലത്തെ പിള്ളേർ അവരെ കൂട്ടുകാരന്മാരുണ്ടാവുമല്ലോ, അവരവിടേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പരിചയപ്പെടുത്തിക്കുമ്പോഴേക്കില്ലേ ഭയങ്കര അഭിമാനമാണ് നമുക്ക്. നമ്മളെ പരിചയപ്പെടുത്തില്ല അവര് പരിചയപ്പെടുത്തി അവരൊപ്പം കളിക്കും. അവരൊപ്പം കളിക്കാൻ പോയിട്ട് കുറെ ദൂരത്തേക്ക് പോവും. അങ്ങനെ കളിക്കാൻ പോകും. പിന്നെ കാട്ടിലേക്ക് ആടിനെ മേയ്ക്കാൻ പോകും. ആടിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മാമൻ വേറെ വീടാണ് വെച്ച് താമസിച്ചത്. ബാക്കിയുള്ള മാമന്മാരൊക്കെ ഒരുമിച്ചാണ്. വലിയ മാമൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർ കുറേ ആട്ടങ്ങളുണ്ട്. ആട്ടങ്ങളെ കാട്ടി കൊണ്ടുപോയിട്ട് തീറ്റ കൊണ്ടുപോകും. അപ്പോൾ അവരൊപ്പം പോകാൻ പറ്റും. അങ്ങനെ കാട്ടിലൊക്കെ പോയിട്ട് ആടിനെയൊക്കെ മേച്ച് നടക്കുന്ന ഇതുകളൊക്കെ നല്ല രസമായിരുന്നു. കുഞ്ഞുങ്ങളുടെ ആങ്ങളായിരിക്കുമ്പോഴാണ് ഇതൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. ഇപ്പോഴുള്ള പിള്ളേർക്ക്. ജഗ്ഗുവിന്റെ എങ്ങനെയുണ്ടായിരുന്നു ഒരാഴ്ചത്തെ മാമൻ്റെയോടുള്ള ജീവിതം? ജഗ്ഗുവിന് നല്ലൊരു പണി കിട്ടിയ ഒരു ദിവസം. എന്നിട്ട് വെച്ചാൽ ഗ്യാസ് കഴിഞ്ഞല്ലോ, അപ്പൊ അവിടെ വിറകടുപ്പ് വാങ്ങിച്ചു. അപ്പൊ ഒരു വണ്ടി വിറകടിച്ചു നാടിയില്. അത് മുകളിലേക്ക് എത്തിക്കേണ്ടി വന്നു അല്ലേ ജഗ്ഗു? 3-4 പണി. അത് വലിയ പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല. ലിഫ്റ്റുള്ള കാരണം അമ്മയും തുന്തുരും കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കി ലിഫ്റ്റിൽ കയറ്റി. പിന്നെ മോളിലേക്ക് എത്തുമ്പോ അത് മോളിൽ നിന്ന് ആ ലിഫ്റ്റിൽ നിന്ന് ഇറക്കി അവിടെ അടക്കി വെക്കല് മാത്രം ഇവനും ചക്കരയും കൂടി ചെയ്ത അല്ലേ? വണ്ടി ഇറക്കലും ചെയ്താ ചിലർക്ക് അങ്ങനെ പണി കിട്ടി. അങ്ങനെ ജഗ്ഗുവിന് പണി കിട്ടി. പിന്നെ ഒരു ദിവസം മാമന്റെ കടയിൽ ഇരിക്കേണ്ടി വന്നു അല്ലേ? കുരേശ്വരത്തെ ഷോപ്പിൽ ഇരിക്കേണ്ടി വന്നു ഒരു ദിവസം. അതെ, ചില കാര്യങ്ങൾ അങ്ങനെ കേട്ടാ. ഇവിടെ കുറച്ച് യൂണിയൻകാരുണ്ട് കേട്ടാ, അവർക്ക് ഭയങ്കര മടിയാ. പണ്ടുണ്ടായ സംഭവം കേട്ടാ, ഭാഗ്യം പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അവർക്ക് ബുധനാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ പണിയുള്ളൂ യൂണിയൻകാർക്ക് കേട്ടാ. ബുധനാഴ്ചയും ശനിയാഴ്ചയും, ബാക്കിയുള്ള ദിവസം വേറെ ടീമിനാണ്. അപ്പം ഈ അതിൽ 2-3 പേർക്ക് ഭയങ്കര മടിയെ പണിയാനായിട്ട്. അപ്പോൾ ഇവരെ ഓരോ സ്ഥലത്ത് വിന്യസിക്കുമല്ലോ. അതായത് ഇപ്പൊ 5-6 പേര് അവിടെ ഇവരെ യൂണിയനിൽ 5-10 പേരല്ലോ. അപ്പോൾ കുറച്ച് പേരെ വേറെ സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിർത്തും, കുറച്ച് പേരെ വേറെ അകലെ നിർത്തും. അപ്പോൾ ആവശ്യത്തിൽ ലോഡ് വരുന്നവരൊക്കെ അവർ ചോക്കണം, ഇപ്പുറത്ത് വരുന്നവരൊക്കെ ഇപ്പുറത്ത് ചോക്കണം. അപ്പോൾ ഇവർ ഈ ഇത്തിരി മടിയുള്ള ഒരു 3-4 പേരുണ്ട്. ഇവർക്ക് പണിയില്ലാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് ഇവർ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ അവിടെ പോയിക്കാം. ഇത് കംപ്ലീറ്റ് ഒക്കെ കൂടി കൂട്ടിയിട്ട് പങ്കുവയ്ക്കാണ് ഒരു ദിവസം ഭാഗ്യം പറയാ പണി അവിടെ ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിന്ന്. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവരെ വിളിച്ചിട്ട് കൂടുതൽ പേര് വരാനായിട്ട് ഫോൺ വിളിക്കാനും പറ്റിയില്ലോ, അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ പോയി അവിടുത്ത് കരിങ്കല്ല് ഇറക്കലെന്ന് പണിന്ന് കാലത്തോട്ട് വൈകുന്നേരം 7 മണി വരെ കരിങ്കല്ല് ഇറക്കല്. ഏതൊരു വലിയൊരാള് വീട് പണി ഉണ്ടായിരുന്നത്. ഇവർക്കാണെങ്കിൽ പണി എന്ന് പറഞ്ഞ സാധനമില്ല. ഇവര് മടിയന്മാരായിട്ട് പണിയില്ലാത്ത സ്ഥലത്ത് പോയിരുന്നതാ. പണിയില്ലാത്ത സ്ഥലത്ത് പോയിരുന്നതാ. പിറ്റേ ശനിയാഴ്ചട്ടാ. അപ്പൊ ബുധനാഴ്ച ആയിരുന്നു. പിറ്റേ ശനിയാഴ്ച ഇവര് പറഞ്ഞു ഞാൻ വർഷദ്വീപൂലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പുറത്ത് ഇവിടെ വന്നു.
മറ്റവരും അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി. ഈ ശനിയാഴ്ച ഇവർക്ക് നെല്ല് ചോക്കലായിരുന്നു ഫുള്ള്. ഇവിടെ നെല്ല് വണ്ടി മുഴുവൻ വന്നു കമ്മിയിലേക്ക്. നെല്ല് വണ്ടി വന്ന് നെല്ല് ചോന്ന് പോറൊക്കെ പൊളിഞ്ഞ് കുത്തി കയറിയിട്ടേ ഇവ പണിയോട് പണി. അല്ലാന്ന് നമ്മള് ചില ആളുകൾക്ക് പറ്റുന്ന അബദ്ധം. ഇപ്പൊ ജഗു ഇവിടെ പണിയെടുക്കില്ലെന്ന് വിചാരിക്കുക. അവിടെ ചെന്ന മാമന്റെ അവിടെ പണിന്റെ മുകളിലേക്ക് ഇരുന്ന് ചോന്ന് മോളിക്ക് ചോന്ന് കയറ്റേണ്ടി ഒന്നും വന്നില്ല. നമ്മള് എന്റെ കാല് ഭയങ്കര വിറക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു പനി വരാവോ. നമ്മളെ കോൾപ്പാടുണ്ടായിരുന്നു കേട്ടാ. എനിക്ക് എന്നോട് പറഞ്ഞതാ പണിയൊക്കെ കഴിഞ്ഞിട്ട് വിയർത്തു ആകെ അത് വയ്യാണ്. കുളി കഴിഞ്ഞിട്ട് കാല് വിറക്കില്ല, അത് ഭക്ഷണം കഴിക്കേണ്ട കാല് വിറക്കണു. അപ്പൊ ഇവന് പനി തുടങ്ങണേലും മുന്നേ കാല് വിറ വരേനി. ഞാൻ ഒരു പനി എങ്ങാനും വരുന്നുണ്ടാവോ ദൈവം വിചാരിച്ചു. അതെ ഞാൻ പറയാ ഇങ്ങനെ പണി കിട്ടിയിട്ടുള്ള ചില തമാശകൾ കേട്ടാ. അടുപ്പത്ത് വെച്ചിട്ട് കഥ പറഞ്ഞാ പോരെ. ശരി, അടുപ്പത്തേക്ക് ഇത്ര കഥ മതി. ഇനി ബാക്കി അടുത്ത കഥ അടുത്ത എപ്പിസോഡിൽ കേട്ടാ. ഇന്ന് ഇത്ര മതി. ഇവ കഥ കേൾക്കണവര് തന്നെ ചീത്ത പറയുന്നുണ്ടാവും. അജു കഥ പറയുമ്പോ അതിന്റെ ഇടയിൽ പറഞ്ഞോ. കണ്ടാ 2 മാമ്പഴം കൊണ്ടു കൊടുത്തത്. ഇതെന്തെന്ന് മാമ്പഴം അറിയോ? സരിതേരെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടുള്ള കുളമ്പ് അവിടെ ഫ്രണ്ടിലത്തെ ഇതിലൊരു ടേസ്റ്റ് ഇല്ലേ. ഇവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ കുളമ്പ്. ഇഷ്ടം പോലെ ഒന്നുമില്ല. ഇത്തവണ കണ്ടമാനുണ്ട് അതിന്റെ. ഈ പ്രാവശ്യം കുറവാ. ശരിക്കും പഴുത്തുണ്ടാവില്ല ചേട്ടാ. ഞാനും പിന്നെ 2 കാണിക്കാൻ വേണ്ടി കൊണ്ടതാ. അപ്പൊ ചെത്തണ്ടേ? ചെത്തിക്കോ. ഇത് കഴിക്കുമ്പോ ഇതിന്റെ ടേസ്റ്റ് വേറെ ഒന്നിനും ഇല്ലാന്ന് തോന്നുന്നു. അല്ല, ഇതൊരു വെറൈറ്റി സാധനം തന്നെയാണ് കുളമ്പ്. ചട്ടി വയ്ക്കും നമ്മള്. ചട്ടിയിലാണ് വെക്കുന്നത്. നമ്മള് വളരെ സിമ്പിൾ വെപ്പാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പോർക്ക് വിന്താലും ഈ ടൈപ്പിൽ നമ്മൾ കഴിക്കാൻ പോകുന്നത്. എന്നിട്ട് ജഗുവിന് മാമ്പഴം വേണ്ട. നിധി ഇനി മാമ്പഴത്തിന്റെ ഒരു കഷ്ണം കഴിച്ചു. ഈ മാമ്പഴേ എത്ര തിന്നാലും മതിയാവില്ല. എത്ര തിന്നാലും മതിയാവില്ല ജഗുവിന്റെ തിന്നീന്ന് അശരീതി. എനിക്ക് മതിയായിരുന്നു. അതെ, അവരുടെ ജഗുവിന് ഇഷ്ടം പോലെ മാമ്പഴം കിട്ടുന്നു. ഉച്ചരിഞ്ഞാകുമ്പോ അമ്മാമി ചെത്താൻ തുടങ്ങുന്നു മാമ്പഴം. എന്തിനു നോക്കണത്? നീളന്നെ നാലെണ്ണം എല്ലാവരും കൂടി കഴിക്കുമ്പോ എന്തുട്ട കിട്ടാ? നമുക്ക് അയച്ചു തന്ന അവന്റെ പേരെന്നാ? മിഥുൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. കുളമ്പ് കുഴിച്ചിട്ടുണ്ട്. അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കുക ചേട്ടാ. എല്ലാം ഉണ്ടാവാൻ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് മറ്റേ സാധനം കേട്ടാ, നമ്മുടെ കോട്ടുകോണം. ഒരു തൈയും കൂടി വാങ്ങിച്ചു വെച്ചു. അതിന്റെ ടേസ്റ്റ് ആലോചിച്ചിട്ട് കോട്ടുകോണത്തിന്റെ ഇനിയുണ്ട്. അതിലൊന്നുമില്ല. അത് പരമാവധി ഞാൻ ചെത്തിയെടുത്തു. പണ്ട് കാലത്ത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് ഒന്നും ഉണ്ടാവില്ല. ഇത് വെള്ള കളറായി ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിലും ഈ മാമ്പഴം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോരം വെള്ളം നിന്നോളും. തൊലി ചെത്തി കഷ്ണങ്ങളാക്കി കൊടുക്കണം. അതെ, കാരണം ഇതിന്റെ തൊലി കയ്പുണ്ട്. തൊലി കയ്പുള്ളത് കൊണ്ട് ഇത് കുത്തൂല. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ധൈര്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിന്നാം. ബാക്കി ടേസ്റ്റുള്ള മാമ്പഴങ്ങളിലൊക്കെ ഒരുമാതിരി പുഴു വരും അല്ലേ? പ്ലിയൂര് നിറച്ച് പുഴു അല്ലേ? നമ്മുടെ ഈ മുറ്റത്തെ ഇതില്ലേ മാവ്, അതിന് പുഴു വരുന്നുണ്ട്. കണ്ടമാനുണ്ടായില്ലേ ഇപ്പൊ കുഞ്ഞുമാവ്. എന്തൊരു ചെയ്യാ? അത് വലുതായി കഴിയുമ്പോ നേരിയ ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ അതിൽ ചടഞ്ഞോണം മുക്കിയിട്ട് എടുത്തു വെക്കുക. ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കുക. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കുത്തിയിട്ടുള്ള മുട്ട ഉണ്ടാവില്ലേ, പുഴുവിന്റെ മുട്ട, അതൊക്കെ നാശാവും. പിന്നെ പുഴുവായി മാറില്ല. നമ്മുടെ വാസുട്ടൻ എവിടെയാവോ വെള്ളം കുറഞ്ഞ വെള്ളം കുറച്ച് ദിവസത്തിനുള്ളിൽ പറ്റും. എന്ത് പെട്ടെന്ന് താഴണല്ലേ? നമ്മുടെ ഇവിടെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മഴ പെയ്തു. ഇവിടെ മാത്രം മഴയില്ല. ഒല്ലൂരും പല സ്ഥലത്തും മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വെച്ചിട്ടില്ല. നമ്മുടെ വീട് നിൽക്കണ സ്ഥലത്തില്ല. ഇവരെ കടയുടെ അവിടെ ഇല്ലേ, ഷോപ്പിന്റെ അവിടെയൊക്കെ മഴ പെയ്തു. തിരുവനന്തപുരത്ത് ആ കടയിലേക്ക് ആയിട്ട് വരണതല്ല കേട്ടോ. അവര് എന്ത് ചെയ്യും, നമുക്ക് ഹൈവേയിൽ തന്നെ ആയതുകൊണ്ടേ അങ്ങനെയുള്ള പുറമുള്ളവർക്കൊക്കെ വരാൻ സുഖം. പോണ വഴിക്ക് പാലക്കാട് വശത്തേക്ക് കോയമ്പത്തൂർക്കൊക്കെ പോണ വഴിക്ക് അവിടെ കയറാൻ സുഖല്ലേ. പിന്നെ കുറെ പേരൊക്കെ ഇപ്പൊ വെക്കേഷൻ ആയില്ലേ, അപ്പൊ ഹൈലൈറ്റ് മാളിൽ വരും. എന്നിട്ട് അവിടെ നിന്ന് വരും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് മാളിൽ പോകും. നമ്മുടെ ചട്ടിയിൽ ഇതുവരെ വെളിച്ചെണ്ണ വെച്ച് ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ. കുറച്ച് ഓയിലാണ് നമ്മളിത് ചെയ്യുന്നത്.
ഈ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 2-3-4 കറുവപ്പട്ടയുടെ കഷ്ണം ഇടണം കേട്ടോ. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ അതിൻ്റെ. ഇതൊന്ന് ഒരു ചെറിയൊരു മൂപ്പാകുമ്പോൾ നമ്മൾ ചെറിയൊരു മൂപ്പാകുമ്പോൾ നമ്മുടെ ഈ സബോള 2-3 സബോള ഉണ്ട് കേട്ടോ. നമ്മുടെ ഇറച്ചി കൂടുതലുള്ള കാരാണ് ഒരു 3 സബോള. ഇത്തിരി അത്യാവശ്യം വലിപ്പുള്ള സബോളയാണ് എടുത്തോണത്. ചെറുതാണെങ്കിൽ ഒരു 4 എടുത്തോ. ഇത് കുക്കറിൽ വെക്കില്ലേ? ഏയ് കുക്കറിൽ നല്ലതുകൊണ്ട്. അല്ല, ഇപ്പൊ കുക്കറിൽ നമ്മള് ഈ സബോള ഇങ്ങനെ വഴറ്റി എന്നിട്ട് ഈ ആക്കി വെച്ചേക്കണ ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട് വിസിലടിപ്പിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതെനിക്കറിയില്ല, ഞാനിത് വെച്ചിട്ടില്ല. ഈ ടൈപ്പിൽ ടേസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും, ഇങ്ങനെ കിടന്ന് വേവണായിരിക്കും അല്ലേ? ഒരു 3/4 മണിക്കൂറോളം അതൊക്കെ വേണം. അപ്പോഴാവും ടേസ്റ്റ്. സരിത ഇന്നലെ പറഞ്ഞേ നമുക്ക് ഇന്നലെ തന്നെ വെക്കാം, നമുക്ക് ഒരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് വെച്ച് നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിട്ടില്ല, ക്ഷമേരെ ഞാൻ. അപ്പൊ നമ്മൾ സാധാരണ ഇതിൽ ഞാൻ പറയുന്നത് ക്ഷമയൊന്നല്ല കേട്ടാ, ഉച്ച തിരിഞ്ഞ് വെച്ചേനെ. നിതിൻ ഇന്നലെ ഉച്ച തിരിഞ്ഞ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ പോയി. അത് കാരണമാണ് ക്ഷമ ഉള്ളൊരു പറഞ്ഞു. അത് കാരണം കൊണ്ട് അത് എടുത്ത് ചിന്നത്തിക്ക് വെച്ചതാട്ടാ. ഇതിലേക്ക് 2 സാധനം കൂടി ചേർക്കണം കേട്ടോ, അതും കൂടി ഇപ്പൊ ചേർക്കാം. ഉപ്പ് ചേർക്കണം, നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് ചേർത്ത് വെച്ചെങ്കില് ചേട്ടാ ഇതിന് ഇങ്ങനെ വെള്ളം ഒലിച്ചിരുന്നു. ഇപ്പൊ ഈ കട്ടയിട്ട് തന്നെ ഇരിക്കേണ്ടത്. ഉപ്പ് ഇടണം കേട്ടാ, ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ നമ്മൾ ഇടുന്നത് 1 ടീസ്പൂൺ പഞ്ചസാര കേട്ടാ. ഇളക്ക. ഇനി ഇത് ഒരു ചെറിയ രീതിയിൽ ഫ്രൈ ആവണം. ഓയിൽ കുറവാണ്, എന്നാലും മതി, നമുക്ക് ഇത്ര ഓയിൽ മതി അല്ലേ. ഈ ഇറച്ചിയിൽ നോക്കിയാൽ ഇത് പറഞ്ഞ പോലെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ സരിത പറഞ്ഞ പോലെ കണ്ട വെള്ളമൊലിക്കും, നിറയെ വെള്ളമൊലിച്ചാണ് ഇപ്പോൾ ഉണ്ടാവും. നല്ല അത് കഴുകി നമ്മള് പാല വെക്കണം അരിപ്പയില്, എന്നിട്ടാ ഈ മസാല പരത്തി വെക്കാൻ പാടുള്ളൂ, തുണ്ട് വെള്ളം ഉണ്ടാവരുത്. ഇങ്ങനെയായി നല്ല കണ്ട, ഇങ്ങനെയായി നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് കണ്ട. പിന്നെ തൊലിപ്പുറല്ലേ, പുറയിറച്ചി, അതാണ് കൂടുതൽ ടൈപ്പ് വെപ്പിന്, ഉള്ളിറച്ചിയേക്കാളും. അത് ശരിയാ. നല്ലോണം നെയ്യ് വേണം. ഇരുമ്പുളി ഈ പഴുത്തന്റെ മണം അല്ലേ. നമ്മുടെ സവാള കളർ മാറി മാറി വരികയാണ് കേട്ടോ. ഓയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട, ഇതിൽ ഓയിൽ ഇവിടെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നമ്മളൊരു 10-15 മിനിറ്റ് നേരമായിട്ടാണ് ഈ സാധനം ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ചെയ്ത്. ഇപ്പോൾ ഇതായി ഇങ്ങനെ വളരെ അളവിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. നമുക്ക് ഈ പാകം മതി. അപ്പോൾ നമുക്ക് ഇറച്ചിയിരിക്കേണ്ട തട്ടാം. ഉള്ളിലെറി അയ്യോ, ഇതുകൊണ്ട് മറയ്ക്കാൻ പറ്റില്ല. വലിയ കയ്യിലെടുത്തില്ല, നന്നായി മിക്സ് ചെയ്യാട്ടാ. ആ ഒരു വിനാഗിരിയുടെ മണം തന്നെയാ നിക്കണം അല്ലേ മെയിനായിട്ടും. അതുണ്ട്, വിനാഗിരിയൊക്കെ ഒഴിച്ച കാരണം പിന്നെ ഇറച്ചി സാധാരണ ഫ്രിഡ്ജിൽ ചില നാശാവില്ല എന്നുകൊണ്ടല്ലേ അതിൻ്റെ ഒരു. പിന്നെ നല്ല സോഫ്റ്റ് ആവുമല്ലോ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാട്ടെ നമുക്ക്. നോക്കിയാ വേവണം. ഒരു കപ്പോളം, 1 കപ്പ് പോരാ. ഇനി ഇന്ന് വെള്ളം ഇറങ്ങും എന്ന് വിചാരിക്കാം. അത്രയ്ക്ക് വെള്ളം ഇറങ്ങില്ല, ബീഫിന്റെ പോലെ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം അല്ലേ. വെള്ളം അതിന്റെ ഒപ്പത്തിന് ഒഴിച്ചോ, കാരണം 3/4 മണിക്കൂറോളം വേണം ഇനി വേവണമെങ്കിൽ. ഇത്ര വെള്ളം മതി. അതിൽ പറയണത് 5 മിനിറ്റ് നേരം നന്നായി തീയതിക്കുക. മൂടിയിട്ടേ മൂടിയിട്ടേ കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. വെള്ളം കൂട്ടണ്ട. വേവും ചിക്കൻ അല്ലത്. പോർക്ക് വേവ് അധികം സമയമൊന്നും വേണ്ട. എടുക്ക മൂടി. ഉപ്പിടേണ്ടി വരില്ലേ? ഉപ്പിട്ടല്ല നമ്മള് ഇറച്ചിരിക്കലും ഉപ്പിട്ടു. അതിലേക്ക് കൂടിയുള്ള കൂടുതലിട്ടുണ്ടായിരുന്ന ഇന്ന് നോക്കിയിട്ട് ഉപ്പിടാം. ഇനി അതിൽ പറയണത് 5 മിനിറ്റ് നേരം നന്നായി തീയതിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 45 മിനിറ്റ് നേരം നൈസായിട്ട് തീയതിച്ച് പറ്റിച്ചാണ്ട് എടുക്കുക. ഡാർക്കായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത്. അതിൽ ആ കണ്ട വീഡിയോയിലേ തലേദിവസം ആക്കി വെച്ചപ്പോ ഇത് ഈ കളറ് സെയിം ഈ കളറ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് 8 മണിക്കൂറാ 12 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിരുന്നപ്പോ കറുത്തിരിക്കുന്നു. അതെങ്ങനെയാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെങ്ങനെയാ? അപ്പൊ ചേട്ടൻ ഫ്രിഡ്ജിൽ ഇത്ര സമയം ഇരിക്കുമ്പോ അങ്ങനെ ആവണതാണ്. നമ്മുടെ ആയില്ലേ, നമ്മുടെ അതേ കളറിൽ തന്നെ ഇരിക്കണം. ഒരു ദിവസം ഫുള്ള് ഇരുന്നിട്ട് അവരത് മാറ്റി, അവരാ മുളകിനെ ഡ്രൈ ഒന്നും കൂടി ഫ്രൈ ചെയ്തു, വേറെ ചേർത്തു, വേറെ ഇറച്ചിയാക്കി. അങ്ങനെയാണ് കാണിച്ചോണത്. നമ്മളങ്ങനെ കണ്ടു. നമുക്ക് എഡിറ്റിംഗ് വരണ കാരണം നമുക്ക് എങ്ങനെ വേണേ മാറ്റാലോ. നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലോ. അതെ, അതുകൊണ്ട് ആളുടെ ലാസ്റ്റത്തെ ഇത് നല്ല കറുപ്പ് കളറായിട്ടിരിക്കണേ. നമുക്ക് ഈ അടുപ്പിൽ വയ്ക്കാൻ സരിത, ഈ അടുപ്പ് ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ ചട്ടിക്ക് വട്ടം ഇത്തിരി ഇറങ്ങിയിരിക്കുമല്ലോ.
അപ്പം ഞാൻ അല്ല അതിന് 5 മിനിറ്റല്ലേ നന്നായി കത്തണ്ടോ? അത് കഴിഞ്ഞ പിന്നെ നേരെ തീയല്ലേ അല്ല, വേണ്ട. അപ്പൊ അടുപ്പന്നെ പോരെ? നല്ല ചുറ്റും നീ അടുപ്പ് കത്തി പിടിഞ്ഞ് അടുപ്പ് ചൂടായി വരണ്ടേ? ഇത് പെട്ടെന്ന് തന്നെ അത് ചുറ്റേ കത്തി കിടക്കണ്. ചുറ്റും കത്തി കിടക്കാന്ന് എന്തിട്ട്? അല്ല ചുറ്റും വട്ടം കൂടുതലാണല്ലോ, ഏ വട്ടം കൂടുതലുണ്ടല്ലോ ഈ അടുപ്പ്. ആ അല്ലാന്ന് ഇത് പാചകം മൊത്തം നല്ല തീ വേണ്ട പാചകമല്ലല്ലോ ഇത്. 5 മിനിറ്റ് അല്ലേ തീ കൂടുതലുണ്ട്, പിന്നെ നേരെ തീയല്ലേ വേണ്ടോ? ചട്ടിയിലെ മൂട് വട്ടല്ലേ ഇത് തിരി കിട്ടണല്ലോ ഈ സൈഡ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ കണ്ടില്ലാണ്ട് കോരിയിടായിരിക്കും. ഒരു 5-8 മിനിറ്റ് ആയി. അപ്പം നോക്കിയേ നന്നായി തിളച്ച് വന്നിട്ടാ. ഈ അടുപ്പിൽ വെച്ചപ്പോൾ അങ്ങനെ ഗുണമുണ്ടായി നമുക്ക്. ഇനി ഒരു മീഡിയം തീയിൽ മതിയിട്ട് നമുക്ക്. മീഡിയം തീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ആയിക്കൊണ്ടിരിക്കണം. വെള്ളം അതിൽ തരുന്നപ്പോൾ നന്നായിട്ട് ഇത്രയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യം നടന്നിട്ട് അത് പറ്റും. 3/4 മണിക്കൂറിന് കിടക്കണ്ടേ വേവാൻ? 3/4 മണിക്കൂർ വേണ്ടി വരില്ല വേവാനായിട്ട്. പോത്തിറച്ചി 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ. ഇന്നലെ പോത്തിറച്ചി വാങ്ങിക്കാൻ പടവരാട് തിരക്കാണ് വരി. മറ്റേ കിലുക്ക സിനിമയ്ക്ക് പോയ പോലെ കിലുക്ക സിനിമയ്ക്ക് പോയപ്പോ വരിയായിരുന്നു ടിക്കറ്റ്. പിന്നിലോണ്ട് വരി എന്ന് പറഞ്ഞിട്ട് ലോക വരിയെ പണ്ട്. ഞാൻ ഇന്നലെ ഇറച്ചി വാങ്ങിക്കാൻ പോയി. പോർക്കിറച്ചി വാങ്ങിക്കുന്നവർക്ക് മുന്നിൽ നിൽക്കാം. പോർക്കിറച്ചി വാങ്ങിക്കാൻ അധികം പേരില്ല അല്ലേ? പോർക്കിറച്ചി വാങ്ങിക്കുന്നവർക്ക് കയ്യോടെ വാങ്ങിച്ച് കൊടുക്കും, മുറിക്കൊന്നും കൊടുക്കില്ല. പക്ഷേ ഈ പോത്തിറച്ചി വാങ്ങിക്കുന്നവർക്ക് ഈ വരിയുടെ പിന്നിൽ പോയിക്കണം, അറ്റത്ത് പോയിക്കണം. അപ്പം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളമായി. 10 മിനിറ്റ് കടന്നു കേട്ടാ. വെള്ളത്തിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്നിട്ട് വേവിക്കാനേ കേട്ടാ. ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് ഈ സാധനത്തിന്. ഞാൻ ചാറൊക്കെ നോക്കി വേവിലേക്ക് കിടന്നിട്ടുണ്ട്. ഇത് തുറന്നിട്ട് വെള്ളമൊക്കെ വറ്റിക്കണമല്ലോ. നമ്മളിതുവരെ ചെയ്യാത്ത ഒരു സാധനമാണ് കേട്ടത്. വളരെ എളുപ്പമാണ്. ഇനി ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ വിജയിച്ചു കാര്യം. നെയ്യൊക്കെ തെളിഞ്ഞു വരേണ്ട പുറത്തേക്ക് മുകളിലേക്ക് കണ്ട നെയ്ത് കളയുന്നുണ്ട്. ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതാവും. നമ്മൾ നുറുക്കി കൊണ്ടുവന്നതിൻ്റെ ഒരു 60% എടുപ്പ് വരും. 40% ചുരുങ്ങും കഷ്ണം. വലിയ കഷ്ണങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കടാ എനിക്ക് ചെറിയ കഷ്ണങ്ങളായി തുടങ്ങിയതല്ലേ. ഗോവയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയിരുന്നു. നമുക്ക് കുറേ ഇവിടെ വീഡിയോ കാണുന്ന കുറേ പേരുണ്ട് കേട്ടോ ഗോവയിൽ. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോവയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ട് വെച്ച് ഇതൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട്. ഗോവൻ മീൻകറികൾ പല പല കുറേ ഫുഡുകളുണ്ട്. തൃശ്ശൂരുള്ള ഒരു ചേച്ചി, തൃശ്ശൂരിലെ കുറേ പേരുണ്ട് ഗോവയിൽ സ്ഥിരമായിട്ട് പണ്ട് താമസമായിട്ടുള്ളത്. പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൊല്ലങ്ങൾ 10, 35, 40 കൊല്ലങ്ങളായിട്ട് ഗോവയിൽ തന്നെ. നമുക്ക് ഗോവയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് സ്ഥലങ്ങൾ കാണിച്ചു തരാം. കല്ലൻകൂട്ട് ബീച്ച്, സോനാഗച്ചിയ, എന്നിട്ട് സോന, എന്താ കുറേ പേര് ബീച്ചുകളെ പേരൊക്കെ ഞാൻ മറന്നു. കടൽ തന്നെയല്ലേ കാണുള്ളൂ. ഓരോന്നിനും ഓരോ പേരുകളുണ്ടെന്ന്. അല്ല പേര് മാറിയവരൊക്കെ കടൽ തന്നെയല്ലേ, വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ്. തിരുവനന്തപുരത്തേക്ക് ഇവിടെ ടൂറ് പോയ പോലെ എല്ലാ കടപ്പുറങ്ങളിലേക്കും കിടന്ന് നടന്ന് തിരിച്ചു പോകുന്നു ചേട്ടാ. ഇവരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ കാര്യം പറയണത് അതിന്റെ കഥ പറഞ്ഞിട്ടില്ല, അതന്നെ പറയുന്നില്ല ഇപ്പോൾ. അതെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടാ. മൺചട്ടയുണ്ട് പ്രത്യേകിച്ച്. അടിയെ പിടിക്കുന്നില്ല. അതെ, ബ്രെഡ് വാങ്ങിച്ചു കൊണ്ടു കേട്ടാ. ജഗുന കൊണ്ട് ഞാൻ പോയി ഇപ്പോൾ ബ്രെഡ് വാങ്ങിച്ചാ. അവിടെ ഒരു പീഡിയ തുറന്നിട്ടല്ലോ, അവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ടായിരുന്നല്ലോ. വെള്ളയപ്പം വാങ്ങിക്കാന്ന് ചോദിച്ചു. വെള്ളയപ്പം ഞാൻ പറഞ്ഞു വെള്ളയപ്പം ഒന്നാമത് കിട്ടാനില്ല. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് പോർച്ചുഗീസുകാർ വെള്ളയപ്പം കഴിക്കുന്ന ആളുകളല്ലല്ലോ, അവർ ബ്രെഡല്ലേ കഴിക്കുക. പോർച്ചുഗീസുകാർ ഇങ്ങനെ വിറകടുപ്പിൽ മൺചട്ടിയിലാണോ നോക്കിയേ? അത് നോക്കണ്ട. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവര് ചെയ്യണ പോലെ തന്നെ ചെയ്യേണ്ടി വരും. അല്ല ഞാൻ പറഞ്ഞേ വെള്ളയപ്പം കിട്ടാണെ വാങ്ങിച്ചോളൂ. ഇത് ഉണ്ടാക്കണത് ആലോചിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ വെള്ളയപ്പത്തിന്റെ ആക്കി വെക്കായിരുന്നു. ഈ ബ്രെഡ് ഇങ്ങനെയായിട്ട് കിട്ടിയിട്ട് മുഴുവനായിട്ട് ഒരെണ്ണം കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ഈ ഭാഗം ചെത്തി തീറ്റ തുടങ്ങി വേസ്റ്റപ്പോ ഞാൻ ഒരു കഷ്ണം മുറിച്ച് തിന്നു. ക്ഷമിക്കണം കേട്ടാ. ഇനിയിപ്പോ ആരോട് പ്രേക്ഷകരോട്. അപ്പൊ ഇനി നിതിന് ഇത്രയ്ക്ക്, എനിക്ക് ഇത്രയ്ക്ക്, സരിതയ്ക്ക് ഇത്രയ്ക്ക്, ജഗുവിന് ഇത്രയ്ക്ക്, അങ്ങനെയാണ് കണക്ക് വെച്ചാൽ 4 പേർക്ക് ഇതിന്റെ വലിപ്പം ചാറിൽ മുക്കി നക്കി മതി. അല്ല കഴിക്കാറാവുമ്പോഴത്തേ അതിന്റെ വലിപ്പം ഇനിയും കുറഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കിൽ കിട്ടും. വേറെ ബ്രെഡ് ഇല്ലേ കഴിഞ്ഞു എല്ലായിടത്തും കടയിലൊക്കെ. ഈ ഈസ്റ്ററായി കാരണം അവർ എത്രയും വേഗം പെട്ടെന്ന് പൂട്ടി പോയാൽ മതി എന്നുള്ള ലെവലിലാണ് അവർ നിൽക്കുന്നത്. വെള്ളയപ്പം അവിടെ ഇരിക്കുന്നുണ്ട്. ആരോടെ വെള്ളപ്പം അമ്മ കൊടുത്തയച്ചിട്ടുണ്ട്. സരിതാര അമ്മ ഒരു സഞ്ചി തന്നയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളപ്പം ഉണ്ടാ? എനിക്ക് വെള്ളപ്പം വേണ്ട. ഞാനപ്പോൾ ബ്രെഡ് നിന്റെ അളവിൻ്റെ ബ്രെഡ് കൂടിയും. അല്ല എനിക്ക് വെള്ളപ്പം വേണ്ട, എനിക്ക് ബ്രെഡ് മതി. അത് ബ്രെഡ് കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇനി അതിൽ കിടന്നങ്ങോട്ട് വറ്റി ഒന്ന് ഡാർക്ക് ആവട്ടെ.
നമ്മളിത് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു സ്വല്പം ഉപ്പും കൂടി ഇടുന്നു കേട്ടോ. ഉപ്പ് നമ്മൾ സവാള വാട്ടുമ്പോഴാണ് ഇട്ടത്. അപ്പോൾ ഇത് വറ്റി നന്നായി വരുമ്പോഴേക്കും ഉപ്പ് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു കളറായി വരുന്നുണ്ട് കേട്ടോ ആള്. കുഴമ്പ് പരിവായി വരുന്നുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞെറിഞ്ഞ് വരുന്നു. നൈസായിട്ട് തീ കത്തുണ്ടല്ലോ. നമ്മുടെ ഈ ഇറച്ചി സൂപ്പറായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക്. നിലയ്ക്ക് കണ്ടാ ഇത് നെയ്യാണ് ഇട്ടത് മുഴുവൻ. നമ്മൾ കണ്ട വീഡിയോകളിലൊന്നും ഇങ്ങനെ നെയ്യില്ലല്ലോ ചേട്ടാ. ഉണ്ട് ഇത്രക്ക് നെയ്യുണ്ട്. കട്ട കുത്തും പുറകെ കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാ ചേട്ടാ. ഇടയ്ക്ക് വെന്തോന്ന് നോക്കുന്നുണ്ട്. വെന്തുണ്ട്. ഞാനല്ല ഉപ്പ് നോക്കണ്ട നമുക്ക് പോരായ്മ പരിഹരിച്ച് സാധാരണ ഇറച്ചി ചേട്ടാ വെന്തോന്ന് നോക്കാറില്ല. എന്നോടാ പറയാൻ നോക്കാൻ. വെന്തിട്ടില്ലെങ്കിലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിങ്ങനെ കഴിക്കാൻ ഒരു അറപ്പുള്ള ആളാണ് കേട്ടാ. ഇത് അടപ്പത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയല്ലോ. ഇത് സൂപ്പർ സാധനം. മുളക് പൊടിയും കിളക് പൊടിയും അല്ല, മിളക് എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടി മാത്രമല്ലോ. പക്ഷെ പൊടി ഇട്ടിട്ടില്ലല്ലോ. അല്ലാന്ന് എരിവില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. ഇതിനെ പുളിയും ആണ് മുന്നേക്ക് നിൽക്കണ്ട. പുളി മധുരക്കാണ് ഉണ്ടാവുക. ഇനി ജീവിക്കണ്ടേ നമുക്ക് ഇറക്കാറായി തുടങ്ങി. ഇത് കുറെ നേരം ഇങ്ങനെ അല്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ ഇത് പിറ്റേ ദിവസത്തേക്ക് അതിന്റെ പിറ്റേ ദിവസത്തേക്കാണ് ടേസ്റ്റ് വരാൻ അങ്ങനെ പറയുന്നു. ഇത് അടുപ്പത്ത് ഇരുന്ന് കഴിഞ്ഞാണെങ്കിൽ എന്നിട്ട് കുഴപ്പം വെച്ചിട്ടില്ലേ, ഈ ചട്ടി ചൂടാറ് ചട്ടി ചൂടുണ്ടല്ലോ, ഈ ഇറച്ചി ചെറുതാവും, നെയ്യുരുക്കിയായിരിക്കും നമുക്ക് ഇറക്കാത് നമുക്ക് ഇറക്കാം. അപ്പം നമ്മുടെ ഇറച്ചി പാകമായി. ഇത് ഡാർക്ക് കളറാവണമെങ്കിൽ എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ ഇരുന്നിരുന്ന് ചെറുതാവുള്ളൂ, മതിയിട്ട് നമുക്ക് ഇറക്കാം. ചട്ടിയുടെ ചൂടിൽ കുറേ ചെറിയ ഇറച്ചി കഷ്ണങ്ങളൊക്കെ ചെറുതായി കണ്ട ചെറുതാ. നെയ്യ് മുഴുവൻ വന്നില്ലേ. അതെ ഞാൻ പറഞ്ഞ വലിയ കഷ്ണങ്ങളായാലും പോർക്ക് വിന്താലു രണ്ടിടത്തേക്ക് ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഇവർക്ക് ആവശ്യമുള്ളവർക്ക് എടുക്കാം. പോർക്ക് വിന്താലിൻ്റെ ഒരു കഷ്ണം ഇമ്രാൻ കൊടുത്ത് ഉദ്ഘടിക്കുന്നു. പതുക്കെ മതി സമാധാനമായിട്ട്. ഇതാ നമ്മൾ കഴിക്കാൻ പോണ്. നെയ്യാണ് അപ്പടി. അതെ അടിപൊളി സാധനം കേട്ടത്. ബ്രെഡ് തന്നെ നല്ല രസമുണ്ട്. എന്താ പായപുള്ളിയാ ഇറച്ചി വേണ്ടേ ജഗുനെ? ഇറച്ചി വേണ്ടാന്ന്, ഗ്രേവി മതി. ഇറച്ചി എടുത്ത് കഴിക്കണ്ടല്ലോടാ, നീ അല്ലടാ പറഞ്ഞ ഇറച്ചി വേണ്ടാന്ന്. ജഗുവിന് പൊറ ഇറച്ചി ഇഷ്ടല്ല, ജെല്ലി പോലെ എന്ന് പറഞ്ഞിട്ട്. പോർക്കിന്റെ അടിപൊളിയാ. പക്ഷെ സത്യം പറഞ്ഞ എനിക്ക് സാധാരണ പോലെ വെക്കില്ലേ, പോർക്കും കൂർക്കയും പോർക്കും ചക്കിയും അങ്ങനെയൊക്കെ, അതെനിക്കിഷ്ടം. അത് കൂടി ബ്രെഡ് കഴിക്കാൻ പറ്റുമോ? എന്താ കഴിച്ച കുഴപ്പം? കഴിക്കണോണ്ട് ആരും ചെയ്ത് പറയുന്നില്ല. സൂപ്പർ കേട്ടാ, അടിപൊളി സാധനം. നിങ്ങൾ വെച്ച് വയ്ക്കല്ലോ കേട്ടോ. കാലകനായിട്ട് ചോറ് കൂട്ടി കഴിക്കാനൊന്നും പറ്റില്ല, കഴിക്കാൻ പറ്റില്ല എന്നില്ല. നമുക്ക് ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ല. ഇതിൽ ചാറായാലും നമുക്കിങ്ങനെ കഴിക്കാം. അടിപൊളി കേട്ടോ, കഷ്ണമുണ്ട്. സൂപ്പർ പാകത്തിന്. ഇതൊന്നും ഇല്ല ചേട്ടാ, പുളിയൊന്നുമില്ല. പുളിയൊന്നുമില്ല ചേട്ടാ. അപ്പൊ നടത്താം നമുക്ക്. അടിപൊളി സാധനം. അപ്പൊ എല്ലാവരും വെച്ചോക്കാം. പുളി നേരിയതിലുള്ള എനിക്ക് തോന്നുന്നത് നമ്മളെ മറ്റേ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ, അതുപോലത്തെ ഏതെങ്കിലും പാത്രത്തിൽ സ്റ്റൗ ഉണ്ടാക്കുകയാണെങ്കിലേ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് മൺചട്ടി ആവുമ്പോ ഇങ്ങനെ വിറകടുപ്പ് ആവുമ്പോ ഒരു വേറെ ടേസ്റ്റ്. അപ്പൊ അടിപൊളി കേട്ടാ, എല്ലാവരും വെച്ച് നോക്കിയോ. സൂപ്പർ സാധനം.